പ്രേക്ഷക പ്രിയ പരമ്പരകൾ പുതിയ സമയമാറ്റത്തോടെ ചട്ടമ്പിപ്പാറു എല്ലാ ദിവസവും രാത്രി 7 മണിക്കും കന്യാദാനം രാത്രി 7:30. നാളത്തേക്കുള്ള ഒരുക്കങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. നടേശൻ സാറിന്റെ ഭാഗത്തുനിന്നുള്ള എല്ലാ ഹെൽപ്പും അയാളും ഉറപ്പ് തന്നിട്ടുണ്ട്. എവിടെ വെച്ച് എപ്പോ ദേവികയെ ഹാൻഡ് ഓവർ ചെയ്യുമെന്നുള്ളത് നാളെ പറയും. അവരെ ഒന്ന് വീട്ടിൽ നിന്ന് പുറത്തിറക്കിയാലല്ലേ കാര്യങ്ങൾ നടക്കൂ. അവരൊരുമാതിരി നെല്ലുണക്കാൻ ഇട്ടടുത്ത് കോഴി ചിക്കി ചികഞ്ഞിരിക്കുന്ന പോലെ നിത്യയുടെ അടുത്ത് തന്നെ ചിക്കി ചികഞ്ഞിരിക്കുക. പുറത്തിറക്കി കിട്ടിയാ പിന്നെ ബാക്കി കാര്യം ഞാൻ ഏറ്റു. നിങ്ങൾ ഉണ്ടാക്കും. പൊന്നുമണി എന്ന് പറഞ്ഞൊരു നരുന്ന് പെണ്ണ് നിങ്ങളുടെ മണ്ട അടിച്ച് പിടിച്ചിട്ടല്ലേ പോയത്. അതിന്റെ പാട് ഇതുവരെ മാഞ്ഞിട്ടില്ലല്ലോ. നിങ്ങളെ കൊണ്ട് പറ്റുന്നതേ എൻ്റെ അമ്മയുടെ ബോഡി ഗാർഡ് പണി. അത് കൃത്യമായിട്ട് അങ്ങ് ചെയ്താൽ മതി. ബാക്കി കാര്യങ്ങൾ അമ്മ നോക്കിക്കോളും. പക്ഷേ എങ്ങനെയെങ്കിലും അവളെ വീട്ടിൽ നിന്ന് ഇറക്കിയല്ലടാ പറ്റൂ. അതിനെന്താ വഴി? ഒരു വഴിയുണ്ട്. നടേശനെ കൊണ്ട് ചന്ദ്രലേഖ വഴി ഓപ്പറേറ്റ് ചെയ്യാം. അത് ചെയ്യാം. നീ കാര്യം പറ. നമ്മളെപ്പോലെ തന്നെ ദേവികയുടെ കടുത്ത ശത്രുവാണ് വക്കീൽ സിദ്ധാർത്ഥന്റെ ചേച്ചി പ്രേമ. എങ്ങനെയെങ്കിലും സിദ്ധാർത്ഥ നിന്ന് ദേവിയെ അകറ്റണമെന്ന ചിന്ത മാത്രമേ അവർക്കുള്ളൂ. പ്രേമേച്ചി ഒന്ന് വിളിച്ചിട്ട് കാണണമെന്ന് പറഞ്ഞ ദേവിക സമ്മതിക്കും. വീട്ടിൽ നിന്ന് ഇറങ്ങിയ ഉടൻ നമ്മളങ്ങ് പൊക്കിയാ പോരെ. പക്ഷേ സിദ്ധാർത്ഥൻ അറിയത്തില്ലേ? അവന്റെ ഒരു മോണിറ്ററിംഗ് ഉണ്ടായ? ഇല്ല, അതിന് സാധ്യത കുറവ്. ദേവിക നല്ല ധൈര്യവും ആത്മവിശ്വാസവും ഉള്ളവളാണ്. അതേ അളവിൽ തന്നെ അഹങ്കാരമുണ്ട്. അപ്പൊ പ്രേമേച്ചു എന്ന് വിളിച്ച് അപേക്ഷിക്കുന്ന സ്വരത്തിൽ സംസാരിച്ച അവള് വീട്ടിൽ നിന്ന് ഇറങ്ങും. എനിക്കുറപ്പാ. ഐഡിയ കൊള്ളാം. പക്ഷേ നാളെ എവിടെയെങ്കിലും എന്തെങ്കിലും ഒന്ന് പാളിയ നമുക്ക് ക്ലീനായിട്ട് കൈ സാനിറ്റൈസ് ചെയ്ത് അങ്ങ് മാറാം. അതെ, ഞാനൊരു കാര്യം ചെയ്യാം. ആദ്യം ചന്ദ്രലേഖ മാഡത്തെ ഒന്ന് വിളിക്കും. മാഡോ? നീ എന്തിനാടാ കൊച്ചു പെണ്ണിനെ മാഡോ എന്നൊക്കെ കയറി വിളിക്കാൻ പോകുന്നത്? ചുമ്മാ വിളിക്കുന്ന അമ്മേ. ഉള്ളി ബഹുമാനം ഉണ്ടോട്ടെന്നോ നമ്മൾ ഓരോരുത്തരെ സാറേ മാഡം എന്നൊക്കെ വിളിക്കുന്നത്. അവർക്കൊരു സന്തോഷം. ആ സന്തോഷത്തിൽ പിടിച്ച് നമുക്ക് നമ്മുടെ കാര്യം നടക്കണം. അത്രയേ ഉള്ളൂ. ആദ്യം ചന്ദ്രമാൻ. അവര് കാര്യം അവതരിപ്പിച്ച് കഴിഞ്ഞിട്ട് ഞാനും പ്രേമേച്ച ഒന്ന് വിളിക്കാം. ഓക്കെ.